തളിപ്പറമ്പിലെ നമ്മൾ സ്വന്തം കൊട്ടാരത്തമ്പലത്തിൽ പൂരോത്സവത്തിന്റെ അന്നദാനം കഴിക്കാനാണ് ഇന്ന് വന്നിട്ടില്ല. കാമദേവനെ വരവേൽക്കാൻ വേണ്ടിയിട്ട് പൂവിട്ട് പൂജിക്കുന്നതാണ് പ്രധാന ചടങ്ങ്. ഉത്തര മലബാറിൽ മാത്രമായിട്ട് കണ്ടുവരുന്ന ഒരു ഉത്സവമാണ് പൂരോത്സവം. വസന്തോത്സവം എന്നും പറയും. കാരണം പൂടലാണല്ലോ മെയിൻ ചടങ്ങ്. ചെമ്പകവും നരയമ്പൂവും അങ്ങനെ പ്രത്യേകതരം പൂക്കൾ ഉപയോഗിച്ചിട്ടാണ് പൂടുക. മെയിനായിട്ട് ആഘോഷിക്കുന്നത് പ്രായപൂർത്തിയാവാത്ത ചെറിയ പെൺകുട്ടികളാണ്, അതായത് പൂരക്കുഞ്ഞുകൾ. പിന്നെ നല്ല ഭർത്താക്കന്മാരെ കിട്ടാൻ വേണ്ടിയിട്ടാണ് പൂടുന്നതെന്നും പറയുന്നത് കേട്ടിട്ടുണ്ട്. മീനമാസത്തിൽ കാർത്തിക മുതൽ പൂര നക്ഷത്രം വരെയാണ് പൂരാഘോഷിക്കുക. പൂരത്തിന് എല്ലാ ദിവസവും അന്നദാനം ഉണ്ട്. ചെറുപ്പം മുതലേ നമ്മൾ പൂരം തുടങ്ങിയാൽ ഇടുന്ന തന്നെ ഫുഡ് കഴിക്കുക. വിട്ട് കഴിഞ്ഞാൽ ഇടുന്ന് ഫുഡ് കൊടുക്കാൻ തുടങ്ങി. മക്കളും പ്രായമായവരും അങ്ങനെ എല്ലാവരും ഉണ്ടാവും. അങ്ങനെ നമ്മൾ പന്തലിൽ ഇറങ്ങിയവരുണ്ട്. നമ്മൾ വെല്ലുമ സൈഡിൽ ചോടുന്നു. പിന്നെ ഒന്നും നോക്കിയില്ല, നേരെ പോയി പ്ലേറ്റ് എടുത്ത് അന്നപ്രസാദവും വാങ്ങി. പണ്ടെല്ലാം വാഴയിലായിരുന്നു വിളമ്പി തരുന്നുണ്ടായത്. അത് ചെറുങ്ങനെ മിസ് ചെയ്യുന്നുണ്ടായിരുന്നു എന്ന് വിചാരിച്ചിട്ട് അന്നദാനത്തിന്റെ സ്വാദിന് ഒരു വ്യത്യാസം ഇല്ല കേട്ടോ. അന്നും ഇന്നും ഒരേ ഫീൽ തന്നെ. അന്നദാനത്തിന് നല്ല അടിപൊളി അച്ചാറും വറവും എല്ലാം പോലത്തെ സാമ്പാറും പിന്നെ 2 ടൈപ്പ് കറിയും അടിപൊളി അരിപ്പായസമാണ് ഉണ്ടായത്. ചൂട് ചോറും കറിയും വറവും അച്ചാറും എല്ലാം കൂട്ടി കുഴച്ച് കഴിക്കാൻ വേണ്ടിട്ട് പ്രത്യേക സ്വാദായിരുന്നു. ഇപ്പം പൂരം കഴിയാനായതുകൊണ്ട് അടിയും പൂരക്കഞ്ഞിയും കുതിര വലിയെല്ലാനാണ് ബാക്കിയുള്ളത്. അതുകൊണ്ട് തന്നെ ഇപ്പം നമുക്ക് അടുത്ത കൊല്ലം നേരത്തെ കാലത്തെ വരണേ കാമാന്ന് പ്രാർത്ഥിക്കാം.